പൊട്ടക്കണ്ണാണേ, ദീപകിനെ കുറിച്ച് പറയാതെ പോകാൻ കഴിയില്ല. കാരണം മറ്റൊന്നുമല്ല, ഒരു വൃത്തികെട്ട സ്ത്രീയുടെ ബാലിശമായ വെറും റീച്ചിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ മൂലം ഒരു പാവം ആത്മഹത്യ ചെയ്തു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്കും കൃത്യമായിട്ട് മനസ്സിലാകും, ഇന്റൻഷനലി ആ വ്യക്തി അവളെ ഒന്ന് ടച്ച് ചെയ്യുകയോ വേറൊരു രീതിയിൽ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ബസ്സിൽ മുമ്പോട്ട് നോക്കി നിൽക്കുകയാണ്. ബസ് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അടുത്ത സ്റ്റോപ്പ് ആകുന്നതിനെ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് എന്ന് നമുക്ക് തോന്നും. ശേഷം ക്യാമറയുടെ ആംഗിൾ മാറുമ്പോൾ ഈ പറഞ്ഞ സ്ത്രീ ഇന്റൻഷനലി അങ്ങോട്ട് ചെന്ന് മുട്ടുന്നത് പോലെയാണ് നമുക്ക് തോന്നിയത്, എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ 99% ആൾക്കാരും പറയുന്നതും വിശ്വസിക്കുന്നതും. അത് തന്നെ ആയിരിക്കും സത്യം എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പുരുഷന് യാതൊരു നിയമവും ഇല്ല. ഒരു പെണ്ണൊരുമ്പെട്ടാൽ ഏത് പുരുഷനെയും എവിടെ വെച്ച് വേണമെങ്കിലും താറടിച്ചു കാണിക്കാം, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാം, അവനെ ശിക്ഷ വാങ്ങിക്കൊടുക്കാം. സാമൂഹിക മാധ്യമങ്ങളിൽ അവന്റെ ജീവിതം തന്നെ തകർക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ ചെയ്തു വെക്കാം. അത് അനുവദിച്ചുകൂടാ. ഇവിടെ ആണുങ്ങൾക്കും ജീവിക്കണം, പെണ്ണുങ്ങൾക്കും ജീവിക്കണം. തോളോട് തോൾ ചേർന്ന് പെണ്ണുങ്ങൾ എത്തുന്നതിൽ അഭിമാനമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ആണുങ്ങളെ താറടിച്ചിട്ട് മുമ്പോട്ട് പോകുന്നതിൽ വലിയ അഭിമാനമൊന്നുമില്ല. അങ്ങനെ ആവാൻ പാടില്ല. എല്ലാ വീട്ടിലും പെൺമക്കളുണ്ട്, എൻ്റെ വീട്ടിലും പെൺമക്കളുണ്ട്. പക്ഷെ അവർ ഇങ്ങനെ ആവരുത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്, ഇതുപോലെ ഇല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. പക്ഷേ തുച്ഛമായിട്ടുള്ള ഒരു റീച്ചിന് വേണ്ടി ഇതൊരു ആദ്യത്തെ പരിപാടിയല്ല. ഇതിനു മുമ്പും പലരും ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മളൊരു പ്രായമായ വ്യക്തിയുടെ വീഡിയോ കണ്ടു. അതും ഏതാണ്ടൊക്കെ ഇതുപോലെ തന്നെയാണ്. അവിടെ ഇങ്ങനൊരു ആത്മഹത്യ നടന്നില്ല എന്നുള്ളത് കൊണ്ട് സോഷ്യൽ മീഡിയ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ അതല്ല. ആ പാവം അയാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയും അങ്ങനെ ഒരു വ്യക്തി അല്ല അയാൾ എന്ന്. അത് കൂടാതെ അദ്ദേഹത്തിന്റെ ബോസിന്റെ, അതായത് അദ്ദേഹത്തിനെ ജോലിക്ക് വെച്ചിരിക്കുന്ന വ്യക്തിയുടെ ഒരു വീഡിയോ കണ്ടു. ആ വ്യക്തി വിങ്ങിപ്പൊട്ടുന്നത് കണ്ടപ്പോൾ നമ്മളുടെയും കണ്ണ് നിറഞ്ഞു. കാരണം ഒരു ബോസ് അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയെ കുറിച്ച് പറഞ്ഞ് വിങ്ങിപ്പൊട്ടുക എന്നുള്ളത് നമുക്കത്ര പരിചിതമല്ല. അങ്ങനെ അദ്ദേഹം വിങ്ങിപ്പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ദീപകിന് അതേപോലെ ഏറ്റവും നല്ല ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് ഇതുപോലെയുള്ള തേർഡ് റേറ്റ് കാര്യങ്ങൾ പ്രതീക്ഷിക്കരുത്. ഈ പറഞ്ഞ വൃത്തികെട്ട സ്ത്രീക്ക് ഒരു കണ്ടന്റ് വേണമായിരുന്നു, കുറച്ച് ലൈക്കുകൾ വേണമായിരുന്നു, നല്ല റീച്ച് വേണമായിരുന്നു. അതെല്ലാം പോയി കിട്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എല്ലാ മാധ്യമങ്ങളും, അതായത് ഇൻസ്റ്റ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും എല്ലാം പൂട്ടിക്കെട്ടി ആൾ മുങ്ങി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സർക്കാരിനോട് ഒരു അഭ്യർത്ഥനയുണ്ട്, ഇതുപോലെയുള്ള ആളുകളെ വളരാൻ അനുവദിക്കരുത്. അതുകൊണ്ട് സുശക്തമായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിയമ നടപടി തന്നെ ആ വൃത്തികെട്ട സ്ത്രീയുടെ മേൽ എടുക്കും എന്ന് തന്നെ കരുതുന്നു.